തോട്ടം തൊഴിലാളികളുടെ വേതനം പുനർനിശ്ചയിക്കാനുള്ള പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത്. 500 രൂപ മിനിമം വേതനമാക്കണമെന്ന് തൊഴിലാളി സംഘടനകളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തോട്ടം ഉടമകളും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു സമവായത്തിനുള്ള സാധ്യത വിരളമാണ്. ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് തൊഴിലാളി സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതനം നിശ്ചയിക്കാൻ ഇത് 10ാം തവണയാണ് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ചേരുന്നത്. ദിവസവേതനം മിനിമം 500 രൂപയാക്കണമെന്നും തോട്ടം തൊഴിലാളികളുടെ താമസസ്ഥലം, ആശുപത്രി സൗകര്യം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും രാഷ്ട്രീയ ഭേദമന്യേ ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ചർച്ചയിൽ തോട്ടമുടമകൾ വ്യക്തമാക്കി. തേയില ഉൾപ്പെടെയുള്ള തോട്ടവിളകളുടെ വിലയിടിവും നികുതി അടവും മൂലം തോട്ടമേഖല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും തോട്ടമുടമകൾ അക്കമിട്ട് നിരത്തി. ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതയും വിദൂരമാണ്. മിനിമം വേതനം 500 രൂപയ്ക്ക് ഉയർത്തിയില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് ട്രേഡ് യൂണിയനുകൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം മൂന്നാറിൽ നിന്നെത്തിയ സ്ത്രീ തൊഴിലാളികൾ രാവിലെ മന്ത്രി ഷിബു ബേബി ജോണുമായി ചർച്ച നടത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ തുടർ സമരങ്ങളെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കുമെന്ന് സ്ത്രീ തൊഴിലാളികൾ വ്യക്തമാക്കി. മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമായില്ലെങ്കിൽ തോട്ടമേഖല അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങും. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് തോട്ടമുടമകളും പരിശോധിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.